കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുള്ള CPIM അംഗത്തെ പുറത്താക്കി. എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജീഷിനെതിരെയാണ് നടപടി. കാനയിലും സ്വർണം പൊട്ടിക്കാനെത്തിയ സംഘത്തിൽ സജീഷ് ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, കഴിഞ്ഞ ദിവസം മനു സി തോമസ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള കാര്യം. അപ്പോഴാണ് ഇപ്പോൾ CPIM-നുള്ളിൽ തന്നെ ഒരു പ്രവർത്തകനെ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു അംഗത്തെ പുറത്താക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. എന്തായാലും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി സജേഷിനെതിരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് CPIM നടപടി എടുത്തത്. എരമം സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ സജേഷിനെയാണ് ഇത്തരത്തിൽ ഈ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പാർട്ടി പുറത്താക്കിയത്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ഒപ്പം തന്നെ DYFIയുടെ മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു സജേഷ്. DYFIയിൽ നിന്നും സജേഷിനെ പുറത്താക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുള്ള പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരു CPIM പ്രവർത്തകനെ ഇത്തരത്തിൽ CPIM-ന്റെ പ്രാദേശിക നേതാവിനെ ഇത്തരത്തിൽ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. കാനായിയിൽ സ്വർണം പൊട്ടിക്കൽ സംഘം എത്തിയപ്പോൾ ആ സംഘത്തിൽ സജേഷും ഉണ്ടായിരുന്നു എന്ന പരാതി നേരത്തെ തന്നെ പാർട്ടിക്ക് ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, ഇത് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് CPIM ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ഏതായാലും ഇത് ഇപ്പോൾ ഈ അടുത്തെടുത്തൊരു നടപടിയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയായിരുന്നു സജേഷിനെതിരെ ഇത്തരത്തിലൊരു നടപടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൃത്യമായ പരാതി ലഭിച്ചതിനെ തുടർന്ന് പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതിന് പിന്നാലെയാണ് സജേഷിനെ പുറത്താക്കിയത് എന്നാണ് CPIM-ന്റെ പ്രാദേശിക നേതാക്കളും ഏരിയ തലത്തിലുള്ള നേതാക്കളും ഒക്കെ നമ്മളോട് പറയുന്നത്. ഏതായാലും CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവാദ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ്. ഒരു വശത്ത് CPIM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുള്ള ആർക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളും CPIM ഒരു വശത്ത് സ്വീകരിക്കുന്നുണ്ട് എന്നുകൂടിയാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. വീണ, നിഖിൽ, ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുമ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നു എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ സ്വർണം പൊട്ടിക്കൽ എന്നത് ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ ഒരു പദമായിരുന്നു. ഇത് സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഈ കള്ളക്കടത്തായി കൊണ്ടുവരുന്ന സ്വർണം ആ കള്ളക്കടത്തായി കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്നും തട്ടിയെടുക്കുന്ന ഒരു പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിന് ഈ കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ പുറത്തു വന്നതുമാണ്. അത്തരത്തിൽ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്ന ആ പ്രക്രിയയ്ക്ക് ഒരുപക്ഷെ നമ്മൾ മാധ്യമങ്ങൾ അടക്കം നൽകിയ പേരായിരുന്നു ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ അംഗമായി പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ സജേഷിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. കള്ളക്കടത്ത് സ്വർണം കള്ളക്കടത്തായി അങ്ങനെ കടത്തുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. അതിനും വലിയ കുറ്റകൃത്യം എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്വർണം പൊട്ടിക്കൽ മാറുന്നത്. ഈ നേരത്തെ കണ്ണൂരിൽ വലിയ വിവാദങ്ങളിൽപ്പെട്ട അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാണ് എന്ന് നിരവധി ആരോപണങ്ങൾ ഉയരുകയും അത്തരത്തിലുള്ള കേസുകൾ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഘവുമായി ഉൾപ്പെടെ സജേഷിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള കണ്ടെത്തലിനെ തുടർന്ന് തന്നെയാണ് CPIM ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുള്ള CPIM അംഗത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് കണ്ണൂരിൽ നിന്ന് നിഖിൽ നൽകിയത്.